ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ചിങ്ങമാസത്തെ വരവേൽക്കാം. ചിങ്ങ 1 ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ കരുതി ഇന്ന് എല്ലാം അങ്ങ് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാചകമൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാം. എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ, പാചകവും നമ്മുടെ വൃത്തിയാക്കലും എല്ലാം കൂടെ നടക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം പുറത്തുനിന്ന്, എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യ, അതിൻ്റെ കൂടി ഇനി ജോലിയും കൂടെ ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടി ഏട്ടന് ഇഷ്ടം ഇച്ചിരി ചീനിയും ബീഫും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേഗം രാവിലെ തന്നെ വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ ഉണ്ടാക്കാം, എനിക്ക് 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ എനിക്ക് പാടാൻ, എനിക്ക് ജോലിയും കൂടെ നടക്കത്തില്ല, അതുകൊണ്ട് നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ എന്തുമായാലും ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സാധനമെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ പരിപാലനങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്ന സമയം കൊണ്ട് ഏട്ടൻ ജെല്ലൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് എല്ലാം റെഡിയാക്കിയിട്ട് ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞേ. എന്തുമായാലും പറഞ്ഞതുപോലെയല്ല ഏട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എല്ലാ ജനലും തുടയ്ക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ജനലെല്ലാം തുറന്നു കൊടുത്തു. അപ്പോൾ ഗ്ലാസ്സൊക്കെ നല്ലതായിട്ട് തുടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. ആ സമയം കൊണ്ട് നമ്മുടെ അടുക്കളയിലെ പരിപാലനം എല്ലാം കഴിഞ്ഞതുകൊണ്ട് പരിപാലനം എന്ന് പറയുന്നത് കുക്കിങ്ങിനാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനായിട്ട് വന്നതാണ്. പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് വേണം എനിക്ക് ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഈ കബോർഡിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി തുടച്ച് തൂത്തൊക്കെ വെക്കാനായിട്ട്. അപ്പം ഞാൻ കാശി വന്നത് ഫുഡ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ ചീനിയാണേ കൊടുത്തത്. നമ്മുടെ അരപ്പൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ചീനി കൊടുത്തതാണ്. അപ്പോൾ ചേട്ടനും അനിയനും കൂടെ ആസ്വദിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴക്കില്ലാതിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ശ്രീമോൻ്റെ വായിലൊക്കെ കാശി വെച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാനും ഓർത്തു, എങ്കിൽ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, ബാക്കി ജോലികൾ ഞാൻ ഒതുക്കാവുന്നു. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലെ ജനലിൻ്റെ വൃത്തിയാക്കാനായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഇളക്കി താഴോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. റിലയൻസിൽ നിന്ന് വാങ്ങിച്ചിരുന്ന സാധനങ്ങളെല്ലാം അന്നേരം എടുത്ത ജെല്ലി വെച്ചതാണ്. പിന്നെ അതെടുത്ത് അതാത് സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ടില്ലായിരുന്നു. ഇന്ന് വൃത്തിയാക്കാം, നാളെ വൃത്തിയാക്കാമെന്നും പറഞ്ഞിരുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്നാണേ പിന്നെ എനിക്ക് സമയം കിട്ടിയത്. ഇനി ചിങ്ങം 1 ഒരു ദിവസം കൂടെ ഉള്ളൂ, അതുകൊണ്ട് ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ മണ്ടേ കയറിയിട്ട് വേണം ജെല്ലെല്ലാം തുടയ്ക്കാൻ. എൻ്റെ കാലിൻ്റെ വെള്ളയിലെ അഴുക്ക് കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കല്ലേ. ഇപ്പം വെളിയിലാണെങ്കിൽ ഒരാളെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാടി ഇറങ്ങി പോവും, എന്തോ ആയി, അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചെരുപ്പിടാനൊന്നും മറന്നു പോവും. ഇട്ടിട്ടിറങ്ങിയാൽ പിന്നെ കയറുമ്പോൾ അത് ഊരണ്ടേ, അതുകൊണ്ട് താമസം കൊണ്ട് ഞാൻ ചാടി അങ്ങ് ഇറങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ കാല് മൊത്തം അഴുക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ പുറകെ കൂടെ ഒക്കെ കുറേ നടന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഷോർട്സ് കാണുന്നവർക്കെല്ലാം അറിയാം, കഴിഞ്ഞൊരു ദിവസം അല്ല, ഒരു മാസം ആയെന്ന് തോന്നുന്നു, മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ നടു ഒന്ന് ഉളുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉളുക്കി പിടിച്ചിട്ട് എനിക്ക് നല്ല വേദനയായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അങ്ങനെ പോയി 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ആ വേദന മാറിയത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇനി ഇറങ്ങത്തില്ലെന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ തന്നെ കൊച്ചനെ വിളിച്ച് ഒരാളെ ഏർപ്പാടാക്കി. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പുള്ളിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ്. രാവിലെ പൊറോട്ടയും കടലക്കറിയും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ അത് പുള്ളിക്കും കൊടുത്തു, ഞാനും കഴിച്ചു. ഏട്ടൻ ഇന്നലെ തന്നെ ഇന്നത്തെ പരിപാടി അറിയാവുന്നതുകൊണ്ട് തന്നെ പഴഞ്ചോറ് വെള്ളത്തിലിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും സ്റ്റാമിന കിട്ടത്തുള്ളടി എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ എന്തായാലും മനസ്സറിഞ്ഞ് തിന്നാന്നും പറഞ്ഞുകൊണ്ട് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ മിക്സി ആണെങ്കിൽ എനിക്ക് പണി തന്നിട്ടുണ്ട്. മിക്സി കേടായി. അപ്പോൾ അതിനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ പറക്കി കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചേ പറ്റൂ. വർഷം 6 മിക്സിയെ പറഞ്ഞിട്ടും കാര്യമില്ല. 2-3 വട്ടം ഞാൻ ശരിയാക്കിയതാണ്. ഇനിയും ഞാൻ ശരിയാക്കാൻ പോകുന്നില്ല. ഓണത്തിന് ഓഫറൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ മിക്സി അതെല്ലാം അവിടെ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട്. അത് മിക്സി എല്ലാം ജാറൊക്കെയാണ് മാറ്റിയത്. അങ്ങനെ കബോർഡിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി പേപ്പറൊക്കെ മാറ്റി വേറെ പേപ്പറിട്ട് നമ്മുടെ കുപ്പികളെല്ലാം അവിടെ പറക്കി വെക്കാൻ പോവാണേ. ഈ ജോലികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുമ്പോഴൊക്കെ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ചിങ്ങം വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴുകാറുണ്ട്. ഈ വട്ടം അമ്മച്ചിയുള്ള സമയത്ത് തന്നെ ഞാൻ എല്ലാം പറക്കി മുകളിൽ കബോർഡിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഞാനിപ്പോൾ താഴെ വെച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം, ബാക്കി ഒന്നും പുറത്തില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കേണ്ടയും കാര്യമില്ല. ബാക്കിയെല്ലാം എന്നും ഞാൻ കഴുകുന്ന പാത്രങ്ങളാണ്. അപ്പം ഞാനിവിടെ വൃത്തിയായിക്കൊണ്ടിരുന്ന സമയത്താണ് ഏട്ടൻ ഫുഡ് കഴിച്ചിട്ട് ആ പാത്രമാണ് കൊണ്ട് ഇങ്ങോട്ട് തന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് കുറച്ച് പാത്രങ്ങളും കൂടെ ഞാനങ്ങ് കഴുകി വെക്കുവാണ്. അപ്പം നമ്മുടെ ആ കബോർഡിൻ്റെ അതിലും ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് എല്ലാം ഞാൻ തുടയ്ക്കുകയാണേ. തുടച്ചപ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയി. അകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ളത് പുറത്തിരുന്നാൽ കാണാം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകമൊക്കെ തുടയ്ക്കുന്നത്. അല്ലാതെ ഞാൻ സാധനങ്ങൾ പറക്കി മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഗ്ലാസ്സൊക്കെ അധികം അങ്ങനെ തുറക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം വരണം, ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ എല്ലാവരും വരുന്നതൊക്കെ അറിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഉത്സാഹിച്ച് ചെയ്യുമല്ലോ, അന്നേരമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ശരിക്കും പറയാൻ എനിക്ക് തോന്നുന്നു ശ്രീമോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ചെയ്തതിന് ശേഷം ഈ
ഈ കബോർഡിൻ്റെ അകമൊക്കെ ഇങ്ങനെ ഞാൻ ക്ലീൻ ആക്കുന്നത് ഇന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാത്രം കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഇട്ട് വെക്കുന്ന ഒരു ഇതിരിപ്പുണ്ടായിരുന്ന ഒരു ബേസിന് അതെല്ലാം കൂടെ അങ്ങ് കഴുകുവാണേ. അത് മിക്കപ്പോഴും നമ്മൾ കഴുകും. എപ്പോഴും ഒന്നും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വെള്ളം ചിലപ്പം കിടന്നിട്ട് സ്മെല്ലൊക്കെ വരും. അപ്പം നമ്മൾ കഴുകാറുണ്ട്. ഇതിപ്പോൾ 2 ദിവസം അയാൾ കഴുകിയിട്ട് പിന്നെ ഇന്നും ഞാൻ എന്തായാലും കഴുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുക്കളയിൽ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുക്കിംഗ് ചെയ്യുന്നിടത്തെ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുവാണ്. അത് മാറ്റാതെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കരുതി വൈകിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം രാത്രിയിൽ അവിടെ ഒക്കെ തേച്ച് കഴുകി സ്റ്റൗവും എല്ലാം ക്ലീനാക്കി ഇട്ടിട്ട് നമുക്ക് കയറിപ്പോകാം എന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാളിലോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഏട്ടൻ അവിടെ ആണെങ്കിൽ വെളിയിലിരിക്കുവാണ്. ശ്രീമോനെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീമോൻ മൂശാട്ടെ ആയിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിച്ച് ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് വിട്ടിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടൊക്കെ മണ്ടയൊക്കെ അങ്ങ് ക്ലീൻ ആക്കാൻ നോക്കുവാണ്. നമ്മൾ ആ കബോർഡിൻ്റെ അകം കഴിഞ്ഞൊരു ദിവസം തന്നെയാണ് ക്ലീൻ ചെയ്തത്. അതുകൊണ്ട് അധികം അവിടെ ക്ലീൻ ചെയ്യാനായിട്ടൊന്നുമില്ല കബോർഡിൻ്റെ അകമൊന്നും. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടച്ചാൽ മാത്രം മതി. നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ലോഷനൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ എന്നും ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡൈനിങ് ടേബിളിലെ വന്നിരുന്നല്ലേ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഓരോരോ വേസ്റ്റുകൾ അവിടെ വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എന്നും ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഗ്ലാസ്സൊക്കെ വൃത്തിക്കിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ തുടച്ചതിന് ശേഷം അതിൻ്റെ മുകളിലിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതെടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു പോലാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ശ്രീമോൻ അവിടെ വെളിയിൽ ഭയങ്കര കുരുത്തൊക്കെയാണ്. വെള്ളം തുറന്നു വിടുന്നു, വെള്ളത്തിൽ കളിക്കുന്നു, മൊത്തം വേളാങ്കമാന്ന് ഏട്ടൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഏട്ടൻ ഞാനിവിടെ ഒന്ന് തൂത്തൂടെ വാരിയിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ അവനെ എങ്ങോ ഉറക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്കിനി ഏകദേശം കുറച്ച് പണികളെ താഴത്തെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മുകളിലെല്ലാം പണികൾ കിടക്കുകയാണ്. 3 റൂമും വൃത്തിയാക്കണം, ബെഡ്ഷീറ്റ് മാറ്റണം, താഴത്തെ റൂം വൃത്തിയാക്കണം, അങ്ങനെ ഒരുപാട് പണികളാണ്. അപ്പോൾ തൂത്തുവാരി പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ ശ്രീമോനെ ഇങ്ങനെ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അങ്ങനെ പാൻറ്റൊക്കെ നനഞ്ഞിട്ടും ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശ്രീമോൻ അവിടെ നിൽക്കുക, അമ്മ വേഗം തൂക്കാന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അവനെ എടുത്ത് എളിയെ വെച്ചുകൊണ്ട് എന്തോ ആയാലും ബാക്കിയും കൂടെ തൂത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര വയലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് തൂത്ത് ഞാൻ പകുതി എത്തിച്ചപ്പോഴത്തേക്ക് അവൻ വയലൻ്റ് ആയി തുടങ്ങി. അങ്ങനെ ഞാൻ അവിടം വരെ ആക്കി വെച്ചിട്ട് ഞാൻ കുഞ്ഞിനെ ഉറക്കി കേട്ടോ. ഉറക്കി കഴിഞ്ഞ് അവനെ കിടത്തി ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇട്ടിരുന്ന ഡ്രസ്സ് കാശിയുടെയാണ്. കാശിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ്. അതിപ്പോൾ ശ്രീമോൻ ഇട്ടിരുന്നത്. അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അത് ഊരാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഉറങ്ങേണ്ടതല്ലേ എന്നും പറഞ്ഞ് ഞാനത് മാറ്റിയിട്ട് ഒരു നിക്കർ ഇടിയിച്ചിട്ട് കിടത്തിയാണ്. അത് വെയിലത്ത് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് ആ ഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ റൂമിലെല്ലാം ഒതുക്കുവാണ്. നമ്മൾ അമ്മയ്ക്ക് കൊടുത്ത് വിടാനുള്ളതും നമ്മൾ ഓണത്തിനേക്ക് വാങ്ങിച്ച സാധനങ്ങളെല്ലാം അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. എല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കണം. അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം നമ്മൾ ടേപ്പൊക്കെ ചുറ്റി എല്ലാം റെഡിയാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് അതെല്ലാം ഞാൻ ഒതുക്കി വെക്കണമെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ആ പറക്കി വെക്കുന്ന മൊത്തം ശ്രീമോൻ്റെ ചെറിയ ഉടുപ്പുകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ അടുത്തുള്ള ഒരു കുഞ്ഞിന് കൊടുക്കാമെന്ന് കരുതിയാണ്. പക്ഷെ എല്ലാവരും ഒന്നും വാങ്ങിക്കത്തില്ല. എനിക്ക് ഈ നല്ല ഉടുപ്പ് ഇവൻ 1 2 വട്ടമൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പം കളയാൻ തോന്നിയില്ല. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്കും അതിൻ്റെതായി പോകുമല്ലോ എന്നും കരുതി ഞാനതൊരു കവറിലാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ മുണ്ടയ്ക്കൽ 2 പേരുണ്ട്, 2 കൊച്ചുങ്ങളുണ്ട്. എന്താ കൊടുത്താലും വാങ്ങിക്കുമെന്ന് അമ്മ പറയുന്നേക്കാം. അപ്പം ഞാൻ കരുതി ഒരു പൊന്നെ പോലെ അത് വാങ്ങിക്കും. അതുകൊണ്ട് നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാമെന്ന് കരുതി. അത് ഓവർ സൈസ് ടീഷർട്ടാണ് കേട്ടോ കൂടുതലും. കാശിക്ക് ശ്രീമോന് ഞാൻ ഒരുപോലെ വാങ്ങിക്കുന്നതാണ്. ശ്രീമോന് ശകലം നീളം വെച്ചതുകൊണ്ട് തന്നെ അവനത് ചെറുതായി. അപ്പം അതിൽ ഒരുപാട് വട്ടമൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് അതിൽ അഴുക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അവമ്മ ഈ കാശിയുടെ ശ്രീമോൻ്റെ ആണ് കേട്ടോ ഈ ഡ്രസ്സുകളെല്ലാം ഇരിക്കുന്നത്. അതെല്ലാം എത്ര വട്ടം ഒതുക്കി വെച്ചാൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരെണ്ണം വന്ന് അവർ തന്നെ ഊരി എടുക്കുന്നത് കൊണ്ടാണ് അത് എപ്പോഴും അങ്ങ് അലമ്പായിട്ട് കിടക്കുന്നത്. ആ ഒരു കബോർഡ് എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്തത് കൊണ്ട് അതങ്ങ് ഇളകിയും പോയിട്ടുണ്ടായിരുന്നേ. അത് ശരിയാക്കാൻ ആളെ വിളിച്ച് ഞാൻ കുഴഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ആരോടും പറയുന്നില്ല, അങ്ങനെ തന്നെ കിടന്നോട്ടെന്നും കരുതി. അത് കഴിഞ്ഞ് ഞാൻ അതെല്ലാം പകുതി ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ കുറച്ച് തുണികളുണ്ടായിരുന്നു അലമാരിയിൽ. അതുകൂടെ അങ്ങ് ഒതുക്കി വെക്കാനായിട്ട് വന്നതാണ്. അപ്പം മുകളിൽ കുറേ ഇരുന്ന് അത് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തേച്ചിടേണ്ട ഡ്രസ്സുകളെല്ലാം മുകളിലും കൊണ്ടുവച്ചു. അല്ലാതെ ഷിഫോണോ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മെറ്റീരിയലുള്ള ഡ്രസ്സെല്ലാമാണ് താഴെ കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ കോട്ട് സെറ്റൊക്കെ അതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ എടുത്തിട്ടുകൊണ്ട് പോകാമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സാണ് ഞാൻ കൂടുതലും എടുത്ത് വെച്ചേക്കുന്നത്. കുറേ ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം തയ്ച്ച് വെച്ചതും എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ താഴെ വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ദിവസമൊക്കെ എല്ലാ വീടുകളിലും നല്ല തിരക്കായിരിക്കും. എല്ലാവരും തൂത്തുവാരലും കുപ്പ കത്തിക്കലും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ചെയ്താലും തീരാത്ത ജോലികളാണ് കേട്ടോ ഇതുള്ളത്. നമ്മളിപ്പോൾ ഞാൻ ഈ വെളിയിലെ ജോലിയും കൂടെ ചെയ്യാൻ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നാളെ എന്നെ അഡ്മിറ്റ്
ചെയ്ത് കിടത്തേണ്ടി വന്നേനെ, ചിങ്ങം ഒന്നിന് ഞാൻ ആശുപത്രിയിലും ആയേനേം കേട്ടോ. അപ്പോൾ അത്രയും വയ്യാതെ വരുമോ എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിന്ന് പുറത്തൊരാളെ നിർത്തിയതും വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ട്യൂഷൻ ഉണ്ടായിരുന്നു, അവന് എക്സാം നടക്കുന്നതുകൊണ്ട് ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് കഴിക്കാൻ എടുത്തു കൊടുത്തു. അപ്പം ബീഫ് ആയിട്ടില്ലായിരുന്നു തോന്നുന്നു കേട്ടോ അവൻ പോകുന്ന സമയത്ത്. അപ്പോൾ ചീനി മാത്രമേ അവൻ കഴിച്ചുള്ളായിരുന്നു. അപ്പോൾ എന്നോട് വന്നപ്പോഴേ പറഞ്ഞു, അമ്മ ഇച്ചിരി ചീനിയും ബീഫും താന്ന് പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാനത് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അവനതിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ ഏകദേശം എല്ലാവർക്കും ഒതുക്കി പറക്കി വെക്കുന്നുണ്ട്. എൻ്റെ താഴെ ഇരിക്കുന്ന കബോർഡിലൊന്നും എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുവാണ്. പിന്നെ ഈ അല്ലാതെ വലിച്ചെടുക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് മടക്കിയും വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ജോലികൾ തന്നെയാണ്. എങ്കിൽ പോലും നമ്മൾ ഇന്നൊരു പ്രത്യേകതയാണല്ലോ, നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കുക, വേസ്റ്റ് വേണ്ടാത്ത എല്ലാം എടുത്തിട്ട് നമ്മൾ കത്തിക്കുക അല്ലെങ്കിൽ കൊണ്ട് കളയുക, അങ്ങനെയുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനും ഭയങ്കര ഉത്സാഹമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഒരുപാട് കാണുമല്ലോ, അതെല്ലാം എടുത്തു വെച്ച് കഴുകുന്ന കാണാം കേട്ടോ അമ്മയെ. അപ്പോൾ ഇവിടെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രമേ നമ്മുടെ താഴെ ഇരിപ്പുള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ കഴുകിയിട്ടുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ താഴത്തെ പണികളൊക്കെ ഏകദേശം ഒന്ന് കഴിയാറായപ്പോഴത്തേക്ക് ശ്രീമോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. അവനെ ഒന്നുകൂടെ ഒന്ന് ആട്ടി ഉറക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഉറങ്ങിയില്ല കേട്ടോ. ഇപ്പം നിർബന്ധമായിട്ടിരിക്കുവാണ് കേട്ടോ, കരയുന്നുണ്ട് ഞാൻ എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു അമ്മ ഇപ്പം എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അങ്ങ് തൂത്തും കൂടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഇവിടുത്തെ പണികളെല്ലാം അങ്ങ് തീരുമല്ലോ. ഇനി നമുക്ക് മുകളിലോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ കാശിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം അവൻ താഴെ ഇരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെ നമ്മൾ താഴത്തെ റൂമെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം ഞാൻ മടക്കി വെച്ചെല്ലാം നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എൻ്റെ സന്തോഷം ഇത്രയും ചെയ്തതിൽ. അങ്ങനെ ഞാൻ അവരെ കണ്ടിരുന്നു, താഴെ ഇരുത്തി ഏട്ടൻ വെളിയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് ഞാനാണെങ്കിൽ മുകളിലോട്ടേക്ക് കയറി വന്നു. അപ്പോൾ മുകളിൽ വന്ന് നിന്നുകൊണ്ട് ഞാൻ പറയുവാണ്, ഏട്ടാ അവിടെയൊക്കെ കാട് നിൽപ്പുണ്ട്, അതൊക്കെ പറിക്കാൻ പറയണേ. ഹിന്ദിക്കാരനാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് പറയാനും അറിയത്തില്ല. ഞാൻ അതുകൊണ്ടല്ല ഏട്ടനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അപ്പോൾ പുള്ളി എന്നെ നോക്കുന്നുണ്ട്, ഇവളെന്ത് കിടന്ന് ചിലക്കുന്നതെന്നാണ് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ചോദിക്കുമോ ഞാനെന്തോ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണെന്നോ, ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് പെണ്ണുപിള്ള പറഞ്ഞു തരുന്നുണ്ടല്ലോ ജോലി ചെയ്യിക്കാനെന്നൊക്കെ ആയിരിക്കും എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ, നോക്കി നിൽക്കുന്നേ ഉള്ളായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനിങ്ങ് പോന്നു. ഞാൻ ഏട്ടനോട് പറഞ്ഞ് എല്ലാം ചെയ്യിക്കണേ, ഞാനീ മുകളിൽ നിൽക്കുകയാണ്, എനിക്ക് ഇത്രയും ജോലികൾ ഇവിടെ കിടപ്പുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കൂടെ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ മുകളിലത്തെ ജെല്ലെല്ലാം പൊടിയടിക്കുവാണ് കേട്ടോ. ഞാൻ പൊടിയടിക്കുന്ന സാധനമൊക്കെ ഉണ്ട്, എനിക്ക് മടിയായതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ പഴയ ഒരു തുണി വെച്ചാണ് ചെയ്യുന്നത്. അവിടെ ആ ബെഡ്ഷീറ്റ് കെട്ടി വെച്ചതെന്ന് വെച്ചാൽ ഭയങ്കര വെട്ടമാണ് കേട്ടോ. ഒരു ദിവസം നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല, മുഖത്തോട്ട് വെയിലടിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ ബെഡ്ഷീറ്റ് അവിടെ കെട്ടിയിട്ട് കർട്ടൻ അങ്ങ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അത്ര വിഷയമില്ല, ഞങ്ങളിവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം വെട്ടം കൂടുതലായതുകൊണ്ട് ഞാൻ ആ ഒരു ബെഡ്ഷീറ്റ് അവിടെ കെട്ടിയതാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം ഞാൻ മാറ്റിയിട്ട് പുതിയൊരു ബെഡ്ഷീറ്റ് വിരിക്കുവാണ്. കാണുന്നവർക്ക് എന്തോ ഇത്രയും വലിയ ബെഡ്ഷീറ്റ് വന്നു. ഇത് 2 ബെഡ്ഷീറ്റാണ്, കട്ട് ചെയ്യേണ്ട ബെഡ്ഷീറ്റായിരുന്നു, ഞാനത് കട്ട് ചെയ്തില്ല. അതാകുമ്പോൾ നമുക്ക് ഒരുമിച്ചങ്ങ് വിരിക്കാമല്ലോ. ഇത് ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് പില്ലോ കവർ ഇല്ല, പക്ഷേ ഇതിൽ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് പില്ലോ കവർ ചെയ്യാൻ പറ്റും. അതിനകത്തോട്ട് ഒരുപാട് മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ. ഡബിളിൻ്റെ അല്ല, ഫാമിലിയുടെ 2 എണ്ണമാണ് ഒരുമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അകത്തോട്ട് ഒരുപാട് കയറ്റി വെക്കാനുണ്ടായിരുന്നു. പില്ലോ കവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു സങ്കടം. ഇവിടെ ഉള്ള പില്ലോ കവറൊക്കെയാണ് ഞാൻ പിന്നെ ഇട്ടത് അതിൻ്റെ അകത്തിൽ. പില്ലോ കവർ എല്ലാം ഒരേ മെറ്റീരിയലാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ആ പില്ലോ കവർ. അപ്പോൾ ഞാൻ പുതയ്ക്കുന്ന ബെഡ്ഷീറ്റും കൂടെ മടക്കി അവിടെ വെച്ചിട്ട് ഞാൻ ജെല്ലെല്ലാം അടയ്ക്കുവാണേ. ജെല്ലടച്ചില്ലെങ്കിൽ പടവെന്നും പറഞ്ഞ് ജെല്ല് വന്ന് അടയും, കതക് വന്ന് അടയും, അത് മൊത്തം കുഴപ്പം. അതുകൊണ്ട് ഞാൻ ജെല്ലും അടച്ച് കർട്ടനും ഒക്കെ നീക്കിയിട്ടിട്ട് നമ്മുടെ കബോർഡും എൻ്റെ മിററും എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് പൊടിയുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടിയല്ല, ഇങ്ങനെ ഈർപ്പം പോലെ പുള്ളിപ്പെട്ടിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ അങ്ങ് തുടച്ച് കേട്ടോ. തുടച്ച് ഏകദേശം അതെല്ലാം കഴിയാറായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൂമിലോട്ട് പോകണം. അടുത്ത റൂമിലാണെങ്കിൽ നമ്മുടെ അച്ചു വരുമ്പം കിടക്കുന്ന റൂമുണ്ടല്ലോ, ആ റൂമിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ തുണി തയ്ക്കുന്ന തുണി മടക്കുവാൻ വെക്കുന്ന റൂമിലാണെങ്കിൽ ഒത്തിരി തുണി എനിക്ക് മടക്കാൻ ഇരിപ്പുണ്ട്. പിന്നെ ഇവൻ്റെ കളിപ്പാട്ടങ്ങൾ, തയ്ക്കാനുള്ള കുറേ തുണികൾ, ഇതെല്ലാം ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ആ റൂം ഒതുക്കി പറക്കി വെക്കാൻ. എത്ര ഒതുക്കി പറക്കിയാലും അതങ്ങ് ഒതുങ്ങത്തില്ലെന്നുള്ള ഒരു തോന്നലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ നമ്മൾ വലിയ പ്രശ്നമില്ലാത്ത 2 റൂം ഞാൻ ആദ്യമേ അങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൂമിലെ ബെഡ്ഷീറ്റും എല്ലാം വിരിച്ചതിന് ശേഷം ഞാൻ തൂത്ത് മാറ്റുവാണ്. ഇനി ഇതിൻ്റെ അകത്ത് തുടയ്ക്കാൻ കിടക്കുന്നുണ്ട്. എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി വാരി കളഞ്ഞതിന് ശേഷമേ ഞാൻ തുടയ്ക്കാൻ ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ ആ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ബെഡ്ഷീറ്റ് അങ്ങ് മാറ്റാം. ബെഡ്ഷീറ്റും പില്ലോ കവറും ഇവിടെ ആരും കിടക്കുന്നതല്ല, എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ ബെഡ്ഷീറ്റും പില്ലോ കവറും മാറ്റിയെങ്കിലും വല്ലാത്തൊരു അസുഖമാണ് കേട്ടോ. നമ്മൾ കൈകൊണ്ട് കഴുകുമായിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നേനെ, ഞാൻ അങ്ങനെ മാറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ഞാൻ എല്ലാം മാറ്റാറുണ്ട്. അടച്ചിട്ടേക്കുന്ന റൂമാണെങ്കിലും പൊടി പെട്ടെന്ന് പിടിക്കാറുണ്ട്.
അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഇനി ഒരാൾ വന്നു കഴിഞ്ഞാൽ 2 ആഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് മാറാനും എടുക്കാനും നിൽക്കണം. അപ്പോൾ അച്ചു ചിലപ്പോൾ വരും, അല്ലെന്നുണ്ടെങ്കിൽ രമ്യേച്ചിയും പിള്ളേരും ചിലപ്പോൾ വരും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു പെണ്ണ് കാണലുണ്ടെന്ന്. അപ്പം പെണ്ണ് കാണലിന് അത് ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പം ചേച്ചിയൊക്കെ ചിലപ്പോൾ വ്യാഴാഴ്ച വരുമായിരിക്കും. അപ്പോൾ പിന്നെ ഞാനിതെല്ലാം മാറ്റാനും എടുക്കാനും നിൽക്കണമല്ലോ. അതുകൊണ്ട് ഇന്നേ എല്ലാം ക്ലിയർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. അവർ വന്നാലും ഒരു വിഷയമില്ല, കയറി കിടന്നുറങ്ങിയാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ അവിടെ ബെഡ്ഷീറ്റൊക്കെ ഇന്ന് തന്നെ അങ്ങ് മാറ്റാമെന്ന് കരുതി കേട്ടോ. ചിങ്ങു ഒന്നിനെ നമ്മൾ നല്ല ക്ലീനായിട്ട് നമുക്ക് എല്ലാം കൊണ്ടും വരവേൽക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. ഈ ചിങ്ങു ഒന്നെന്ന് ഞാൻ ഇപ്പോൾ ഒരു 100 വട്ടം പറഞ്ഞു കാണും. പക്ഷേ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ ഓണം വരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ ഒരു സന്തോഷം. അത് കഴിയുമ്പോൾ നമ്മളോർക്കും എന്ത് പെട്ടെന്നാണ് ഓണം വന്ന് തീർന്നതെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിത് സിംലയിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല ബെഡ്ഷീറ്റാണ്, പ്യുവർ കോട്ടനാണ്. അപ്പം ഈ റൂമിലോട്ട് ഞാൻ യെല്ലോ തന്നെ എടുക്കത്തുള്ളൂ. യെല്ലോ ബെഡ്ഷീറ്റ് എനിക്ക് ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ റൂമിൻ്റെയും കൂടുതലും യെല്ലോ കളറാണ്, താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും എല്ലാം ഉള്ളത്. അപ്പം താഴെ മുകളിലൊക്കെ മാറി തിരിഞ്ഞൊക്കെ വിരിക്കാമല്ലോ. അതുകൊണ്ടാണ് യെല്ലോ കളർ തന്നെ ഞാൻ സെലക്ട് ചെയ്തെടുക്കാറുള്ളത്. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 സൈഡിലും ഞാൻ ഓരോ കെട്ടിയിടും കേട്ടോ. മെത്തയുടെ കീഴിലോട്ട് വെക്കുമ്പോഴത്തേക്ക് അത് മുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 സൈഡിലും കെട്ടി വെക്കുന്നത്. ഈ ടിപ്പ് പഠിച്ചതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു കേട്ടോ. കാശിയം കൊണ്ടാണ് കൂടുതലും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് പിള്ളേർ വരുമല്ലോ, നേഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരാണല്ലോ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വരുന്നത്. അപ്പോൾ അവർ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും. അന്നേരം എനിക്ക് മനസ്സിലായി ആ ഒരു ചെറിയ ബെഡാണെങ്കിലും അവരിങ്ങനെ കെട്ടി വിരിച്ചത് കൊണ്ട് അതിൽ നിന്ന് ഇളകിപ്പോയില്ലല്ലോ. അതിനുശേഷം ഞാൻ എല്ലായിടത്തും അന്ന് തൊട്ടേ എന്ന് വെച്ചാൽ അവനൊന്ന് 1 വയസ്സുള്ളപ്പോൾ 1 വയസ്സിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഒരുപാട് പൈസയും കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ കിടന്നുറങ്ങിയതിനെക്കാട്ടി കൂടുതൽ സമയം കാശിയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു 1 വയസ്സാവുന്നത് വരെ കിടന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ ഇതുമായിട്ട് നമ്മളങ്ങ് യോജിച്ചു പോയി. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് വീട്ടിൽ വന്ന് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് അധികം അവന് അസുഖങ്ങളൊന്നും വരാതിരുന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്നൊരു അസുഖം എന്തെങ്കിലും വരും കേട്ടോ. അതും എനിക്ക് പേടിയാണ് അങ്ങനെ പറയാനും. നമ്മൾ ഒരു സാധാരണക്കാരൻ, നമുക്ക് അത്രയ്ക്കത്ര അറിവേ ഉള്ളതുകൊണ്ട് നമ്മൾ പറയും പിള്ളേർക്ക് പെട്ടെന്ന് കണ്ണ് വിടും, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ നന്നായി എന്ന് പറയുമ്പോഴത്തെ പിള്ളേർ മോശമാവും, അത് നമ്മളങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അമ്മച്ചി ഇവിടെ ഉള്ള സമയത്ത് അമ്മച്ചിയും കൊണ്ട് ഞാൻ കാവൽപ്പുര ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടറെ അടുത്ത് അമ്മച്ചി പറഞ്ഞു എല്ലാ പ്രായമുള്ളവർക്കും ഉള്ള പോലുള്ള അസുഖങ്ങളൊന്നും എന്തായാലും ദൈവം സഹായിച്ച് എനിക്കില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ അമ്മച്ചിയോട് പറയാ, ചുമ്മാ പോലും ആരോടും എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലെന്ന് പറയല്ലേ, എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ടെന്നേ പറയാവൂ. ചിലപ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറയുന്ന ഉടനെ ആയിരിക്കും എല്ലാവരും ഓർക്കും കണ്ടോ ഇത്രയും പ്രായമായിട്ട് ഒരു അസുഖങ്ങളും ഇല്ലല്ലോ എന്ന് അവർ പറയുമ്പോഴത്തേക്കായിരിക്കും അമ്മച്ചിക്ക് ഇത്രയും അസുഖങ്ങൾ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയുകയേ ചെയ്യരുതെന്ന് ഈ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ശരിയാ ഡോക്ടറെ, ചില സമയത്ത് എൻ്റെ മക്കളൊന്നും നന്നായാൽ ഞാൻ പറയുന്ന മക്കൾ നന്നായല്ലോ എന്ന്, അപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒരു പനി വരും, അങ്ങനെ അങ്ങ് ക്ഷീണിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള എനിക്ക് പോലും ഇതിനെപ്പറ്റി നല്ല ഇതാണ്. പക്ഷെ നമ്മളൊരു കാറ് വാങ്ങിച്ചാൽ അത് കാണുന്ന ആൾക്കാർ കണ്ണിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഈ കണ്ണേറെന്നുള്ളതൊക്കെ ചില സമയത്ത് നമുക്ക് ശരിക്കും ആവുന്ന ഒരു കാര്യങ്ങളാണെന്നൊക്കെ ഈ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കും അപ്പോൾ സാധാരണക്കാരായ നമുക്കങ്ങനെ തോന്നും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെയൊക്കെ പറയും, അപ്പോൾ അതിലും കാര്യങ്ങളുണ്ട് എന്നൊക്കെ അന്ന് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ആ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഇത്രയും വരെ എത്തിയത്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാവർക്കും തൂത്തെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഥകളൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ തുടച്ചിട്ട് വേണം എനിക്ക് താഴെ തുടയ്ക്കാൻ. താഴെ പിന്നെ ഞാനിനി നാളെ വൈകിട്ടോ വല്ല തുടയ്ക്കുന്നുള്ളൂ. തിങ്കളാഴ്ചയാണ് 1-ാം തീയതി, ഞായറാഴ്ച വൈകിട്ട് തുടയ്ക്കാമെന്ന് കരുതിയേ. ഞായറാഴ്ച രാവിലെ നമ്മളങ്ങ് മുണ്ടയ്ക്കൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഞായറാഴ്ച ഈ ജോലികളെല്ലാം കൂടി ഒരു ദിവസം തീരത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ജോലിയെല്ലാം ചെയ്യാനായിട്ട് അങ്ങ് ഇറങ്ങിയത്. അപ്പോൾ താഴെ നമ്മൾ തുടയ്ക്കുന്നതും വിളക്ക് കഴുകുന്നതും എല്ലാം ഞായറാഴ്ച വൈകിട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി പരിപാടികളെല്ലാം ഇന്ന് തന്നെ അങ്ങ് തീർത്ത് വെക്കാനാണ് പ്ലാന്. വീഡിയോ എടുത്ത് ഞാൻ തുടച്ച് വന്ന് ക്യാമറയെ തട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടച്ച് എന്ത് ആയാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാത്റൂം കഴുകണം. അത് കുളിക്കുന്ന സമയത്തേ കഴുകാറുള്ളൂ. ഏട്ടനൊരു ബാത്റൂമിൽ കയറും, ഏട്ടൻ അന്നേരം അവിടെ കഴുകും, ഞാൻ കയറുന്നിടത്ത് ഞാനും കഴുകും. താഴത്തെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേരെ ആരെങ്കിലും കുളിപ്പിക്കാൻ കയറുമ്പോൾ കഴുകിയാലും മതിയല്ലോ. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ അതിനായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം പോകും. നമ്മുടെ ഈ തുടപ്പും തൂപ്പും ഒന്നുമല്ല, ബാത്റൂം കഴുകുന്നത് വെച്ചാൽ നല്ലൊരു പണിയാണ്. അപ്പം ഞാനിതെല്ലാം പുതിയതായിട്ട് വാങ്ങിച്ച മാറ്റാണ് കേട്ടോ. അതെല്ലാം ഞാൻ പഴയ മാറ്റുകളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കഴുകാനായിട്ട്. എന്നിട്ട് പുതുതായിട്ട് വാങ്ങിച്ച
മാറ്റ് എല്ലായിടത്തും കൊണ്ട് വിരിക്കുവാണ്. ഞാൻ കിടക്കുന്നിടത്ത് എനിക്കൊരു മാറ്റ് നിർബന്ധമാണ്. എനിക്ക് കിടക്കുന്നതിന് മുമ്പും എഴുന്നേൽക്കുമ്പോഴും എനിക്ക് കാല് പെട്ടെന്ന് തണുപ്പിലോട്ട് കുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മാറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ അവിടെ കുരുത്തക്കേട് എണ്ണയും എല്ലാം എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് സമയം കൂടെ വൈകിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവനും അവിടെ തുറന്ന എണ്ണ മൊത്തം അവിടെ ഒഴിച്ചേനെ. അങ്ങനെ ഏട്ടൻ വന്ന് വേഗം അവനെ എടുത്തു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ വെള്ളം എടുക്കുവാണ് കേട്ടോ. എനിക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയും സമയം നമ്മൾ കുനിഞ്ഞ് നിന്ന് ജോലികളൊക്കെ ചെയ്തതല്ലേ. അപ്പോഴത്തേക്ക് ഒരു നാരങ്ങ ഉപ്പും മധുരവും എല്ലാം കൂടി ഇട്ട് ഞാനൊരു നാരങ്ങ വെള്ളം എടുക്കുവാണ് കുടിക്കാൻ. അപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. കാശി വീണ്ടും ചീനിയും ബീഫുമായിട്ട് പോയിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന സമയത്ത് വയറ് നിറച്ച് വല്ലതും കഴിക്കണമെന്ന് പറയുമ്പോഴും ഇച്ചിരി എടുത്തുകൊണ്ട് പോകും. കുറേ കഴിയുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ വിശക്കെന്നും പറഞ്ഞ് വരും കേട്ടോ. അതാണേ പതിവ്. അല്ലാതെ കഴിക്കുമ്പോൾ ഒരുപാടങ്ങ് കഴിക്കും, വയറ് നിറച്ച് കഴിക്കും, അങ്ങനെയൊന്നും ചെയ്യത്തതുമില്ലേ. അപ്പോഴത്തേക്ക് എൻ്റെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ അങ്ങ് കുടിക്കുവാണ്. എനിക്ക് അങ്ങോട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുടിച്ചതിന് ശേഷമാണ് അച്ഛനും മക്കൾക്കും എല്ലാം കൊണ്ടു കൊടുത്തത്. അവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ നല്ല ജീവൻ കിട്ടിയത് അപ്പോഴാണ് കേട്ടോ. ആ ഒരു നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് രണ്ടുപേർക്കും കാശിക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചീനി കഴിക്കുന്നുണ്ടെങ്കിൽ അവന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് കരുതിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ പോയി ഞാൻ കിടന്നേ. ഒരു അരമണിക്കൂർ കിടന്നതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ എഴുന്നേറ്റത്. അപ്പോഴത്തേക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ ചീനിയും ബീഫും മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഈ വെള്ളം പോലെ കിടക്കുന്നത് ഞാൻ ശരിക്കും മോരുകറി ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, മോരുകറിയും ചീനിയും ബീഫും കൂടെ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ച് കഴിക്കുവാണ്. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുകളിലോട്ട് പോയി വാഷിംഗ് മെഷീനിൽ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴുകി കഴിഞ്ഞോ നോക്കാൻ ഞാൻ കയറിപ്പോയതാണ്. അപ്പോൾ ഇല്ലെന്ന് കണ്ടു. അപ്പോൾ മുകളിൽ എല്ലാവരും ഉണ്ട്. ഏട്ടനും ശ്രീമോനും കാശി എല്ലാവരും ഉണ്ട്. മുകളിലും കുറച്ച് ക്ലീനിങ് നടക്കുന്നതുകൊണ്ട് വൃത്തിയാക്കാൻ വന്ന് പുള്ളി എന്നെ മുകളിൽ തന്നെ നിൽക്കണ്ടേ. അപ്പം ഞാൻ മുകളിൽ പോയി കാശിയെ ശ്രീമോനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോരുവാണ്. അവരോട് അവിടെ ഉണ്ടെങ്കിൽ ഏട്ടൻ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഏകദേശം നമ്മുടെ ക്ലീനിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുപ്പയെല്ലാം ഒരു സൈഡിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം കത്തിത്തീരും. അപ്പം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓണം ഇങ്ങ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ ഒരു കാര്യം മറന്നുപോയി, എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.